ഹായ് എവ്രി വൺ, വെൽക്കം. ഇന്ന് നമ്മളൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഏതൊരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേയും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും നമ്മൾ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്നുള്ളത്. അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് പഠിക്കുന്നത്, ഇതിലെ ഓരോ ബ്ലോക്സും എന്തിനാണ്, ഇതിലെ ഓരോ ടോപ്പിക്സും എന്തിനാണ് എന്ന് മനസ്സിലാക്കിയാൽ ഇറ്റ് ഈസ് എ മോർ ഓഫ് എ മോട്ടിവേഷൻ ഫോർ യു, അല്ലേ? കുറച്ചും കൂടി ഇത് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നും. സോ വിത്തൗട്ട് മച്ച് ഫർദർ ഡു, ലെറ്റ്സ് ബിഗിൻ. ഗ്ലോബലൈസേഷൻ എന്താണെന്നുള്ളത് ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും. ദ വേൾഡ് ബിക്കോസ് ഓഫ് ടെക്നോളജി ആൻഡ് ബിക്കോസ് ഓഫ് സോഴ്സിങ് ആൻഡ് ഔട്ട് സോഴ്സിങ്, അതൊക്കെ കാരണം ഇറ്റ് ഈസ് ലൈക്ക് വൺ ബിഗ് വില്ലേജ്, അല്ലേ? ഒരു ലാർജ് വില്ലേജിൻ്റെ ഉള്ളിൽ താമസിക്കുന്ന പോലെ ആയിട്ട് മാറിയിട്ടുണ്ട് വേൾഡ്. ആൻഡ് ഇറ്റ് ഹാസ് ടേക്കൺ ദ വേൾഡ് ബൈ സ്റ്റോം എന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ബിസിനസ് ഇന്ന് വളരെയധികം പീക്ക് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മാറുന്ന വേൾഡിനനുസരിച്ച് നമ്മളും മാറണം. നമ്മൾ പറയാറില്ലേ, നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയും. അതുകൊണ്ട് തന്നെ ടെക്നോളജിയിലാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ പർപ്പസസിലാണെങ്കിലും നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന രീതിയാണെങ്കിലും ഒരു 10 വർഷം മുന്നേ ചെയ്യുന്ന ഒരു രീതിയിലും അല്ല നമ്മൾ ഇന്ന് ചെയ്യുന്നത്. വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. സോ വി നീഡ് ടു ചേഞ്ച് അക്കോർഡിംഗ് ടു ദ വേൾഡ്. സോ ദിസ് കോഴ്സ്, ദാറ്റ് ഇസ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ കോഴ്സ് നിങ്ങളെ ആ ഒരു ചേഞ്ചിന് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. ഈ ഫ്രെയിം വർക്ക് സിലബസിൻ്റെ ഒരു ഫ്രെയിം വർക്കാണ്. ഇതിൽ നിങ്ങളുടെ ഫസ്റ്റ് ആൻഡ് തേർഡ് ബ്ലോക്കിൽ 4 യൂണിറ്റ്സ് വീതമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ സെക്കൻഡ് ബ്ലോക്കിൽ 5 യൂണിറ്റ്സ് വീതമുണ്ട്. ഇതിനെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള BEGS-186 കോഡുള്ള ഈ കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന ചേഞ്ചസിൽ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. നമ്മൾ ഏതൊരു കാര്യത്തിൽ എക്സ്പേർട്ട് ആവണമെങ്കിലും അത് നമ്മൾ നന്നായിട്ട് ബേസിക്കലി മനസ്സിലാക്കിയിരിക്കണം, അല്ലേ? ബേസ് മുതൽ അറ്റ്ലീസ്റ്റ് ഒരു ബേസ് ഫൗണ്ടേഷൻ എങ്കിലും ആ കാര്യത്തിൽ ഉണ്ടെങ്കിലേ അത് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ അണ്ടർസ്റ്റാൻഡിങ് ദ ബിസിനസ് വേൾഡ് എന്നുള്ള ബ്ലോക്ക് ഈ ഒരു പേർപ്പസിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ ഫസ്റ്റ് ഇംപ്രഷൻ, നമ്മുടെ ബിസിനസ് വേൾഡിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ഓൾവേസ് ലാസ്റ്റിംഗ് ഇംപ്രഷൻ, അല്ലേ? നമ്മൾ ആദ്യം ഒരാളെ കാണുന്ന രീതിയിലായിരിക്കും നമ്മൾ അയാളുടെ കുറേ കാര്യങ്ങളൊക്കെ ജഡ്ജ് ചെയ്യുക. അത് തെറ്റാണോ ശരിയാണോ എന്നുള്ളതിലല്ല, പക്ഷെ നമ്മളുടെ ബിസിനസ് വേൾഡിൽ, എസ്പെഷ്യലി അത് കട്ട് ത്രോട്ട് ആയിട്ടുള്ള ഒരു വേൾഡിൽ അത് അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഒരാളെ എങ്ങനെ ഗ്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ എങ്ങനെ നന്നായിട്ട് ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഗ്രീറ്റിങ്സിൽ നിങ്ങളെ പഠിപ്പിക്കും. അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസ് ഉണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ വർക്ക് പ്ലേസ് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൂടുതൽ വർക്ക് ചെയ്യാനും ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യാനും തോന്നിക്കും. ആ ഒരു പോസിറ്റീവ് വർക്ക് പ്ലേസിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ് നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്. നല്ലൊരു റാപ്പബിലി കൊളീഗ്സ് ആയിട്ട് ഉണ്ടാക്കുക, ക്ലയൻസ് ആയിട്ട് ഉണ്ടാക്കുക. ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ വർക്ക് പ്ലേസിൽ സക്സസ് ഉണ്ടാകും. നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ് ഇമ്പോർട്ടൻസ് ഓഫ് സ്മോൾ ടോക്ക് ഇൻ ബിസിനസ്, ആ ഒരു റാപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് ഓർഗനൈസേഷൻ ഏതാണ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ് ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്, അതിലുള്ള ഓരോ ഹൈറാർക്കിക്കൽ പൊസിഷൻസ് എന്തൊക്കെയാണ് എന്നറിയുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കമ്പനിക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് നിങ്ങളുടെ തേർഡ് യൂണിറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. അതേസമയം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണെന്ന് അറിയുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടീസ് എന്താണ്, നിങ്ങളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്താണ്, ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ജോലിക്ക് ചേരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നതിന് മുന്നേ നിങ്ങളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ദെൻ ഇറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രോ. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിലെ 4th യൂണിറ്റ് ആയിട്ടുള്ള ജോബ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് പറഞ്ഞുതരാൻ പോകുന്നത്. സോ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ബ്ലോക്കിലുള്ള കണ്ടൻസ്. Now, one of the most important skill you need in business is with no doubt good communication skill, അല്ലേ? നമ്മൾ പറയും വാക്ചാതുര്യം ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും രക്ഷപ്പെട്ടു പോകും. അതേ ഒരു കോൺസെപ്റ്റിനെയാണ് ബിസിനസ്സിലും. സ്പെഷ്യലി നിങ്ങൾ ക്ലയൻസിനെ പിടിക്കേണ്ട ഒരു ബിസിനസ്സും കൂടിയാണെങ്കിൽ ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്തായാലും ഉണ്ടാവണം. സോ നിങ്ങളുടെ സെക്കൻഡ് ബ്ലോക്ക് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റ്, ദ ഫസ്റ്റ് പാർട്ടിൽ നിങ്ങൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. നമ്മളുടെ ഇന്നത്തെ പാൻഡമിക്കിന് ശേഷം വർക്ക് ഫ്രം ഹോം എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം നമ്മൾ പാൻഡമിക് ഇറ ഏകദേശം എൻഡ് ആയിട്ടുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ഒരു 3/4 കമ്പനീസ് ഇപ്പോഴും വർക്ക് ഫ്രം ഹോം തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഫേസ് ടു ഫേസ് അല്ലാതെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മീഡിയത്തിൽ കൂടെ
നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. പണ്ട് ജസ്റ്റ് ഒരു മീറ്റിംഗ് വിളിക്കുക എന്നുള്ളതായിരുന്നു. ഇപ്പം വീഡിയോ കോളായി, കോൺഫറൻസ് കോൾസ് ആയി, സൂം മീറ്റിംഗ്സ് ആയി, അങ്ങനെ പല മീഡിയത്തിലൂടെയും ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ നമ്മൾ ഫോൺ കോൾസിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ ഫോൺ കോൾ കോൺവെർസേഷൻസിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എറ്റിക്കറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഒഫീഷ്യൽ മീറ്റിംഗ് ആണെങ്കിൽ നമ്മൾ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസിങ് ടെലിഫോൺ അറ്റ് വർക്ക് പ്ലേസ് എന്നുള്ള ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു കമ്മ്യൂണിക്കേഷൻ, അത് കോൾസിലായിക്കോട്ടെ, അത് മീറ്റിംഗ്സ് ആയിക്കോട്ടെ, അത് സൂം ആയിക്കോട്ടെ, രണ്ട് രീതിയിലാണ് ബേസിക്കലി ബിസിനസ് കമ്മ്യൂണിക്കേഷൻ നടക്കാറ്. വൺ ഇസ് ദ ഇൻറ്റേർണൽ വൺ. അതെന്ന് വെച്ചാൽ ബിസിനസ് ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ബോസ് ടു സബോർഡിനേറ്റ്സ്, സബോർഡിനേറ്റ്സ് ടു ബോസ്, അല്ലെങ്കിൽ മാനേജർ ടു സെയിൽസ് പേഴ്സൺ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. പിന്നെയുള്ളത് എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനാണ്. അതായത് ഓർഗനൈസേഷനും ആ ഓർഗനൈസേഷൻ്റെ പുറത്തുള്ള ആൾക്കാരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ആ ഓർഗനൈസേഷനെ പറ്റിയിട്ട് ഒരു ഫ്ലക്സ് അടിക്കണം, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം. അപ്പം നമ്മൾ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കല്ല ആ ജോലി കൊടുക്കുക, പുറത്തുള്ള വേറൊരു കമ്പനിക്കാണ്. അപ്പോൾ അവിടെ എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷനാണ് നടക്കുന്നത്. ഈ രണ്ട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആണ് യൂഷ്വലി ബിസിനസ്സിൽ നടക്കാറ് ബേസിക് ആയിട്ട്. അപ്പം നിങ്ങൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ഇൻറ്റേർണൽ ബിസിനസ് കറസ്പോണ്ടൻസ് ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് ദ സെക്കൻഡ് പാർട്ട്, അതേപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് എക്സ്റ്റേണൽ ബിസിനസ് കറസ്പോണ്ടൻസ് ദ ഫസ്റ്റ് പാർട്ട് ആൻഡ് സെക്കൻഡ് പാർട്ട്, ഈ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷനെ പറ്റിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും. ഇത് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. ബട്ട് ഓരോ ആൾക്കാരോട് സംസാരിക്കുമ്പം, അതായത് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടത്തണം എന്നുള്ളതൊക്കെ അറിഞ്ഞിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദിസ് ബ്ലോക്ക് ഇസ് ഗോയിങ് ടു ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, സ്പീക്കിംഗ് സ്കിൽ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു സ്കില്ലാണ് റൈറ്റിംഗ് സ്കിൽ. some people like to write, some people doesn't like to write, but business world writing എന്ന് പറയുന്നത് അത് പെൻ ആൻഡ് പേപ്പർ ആയിക്കോട്ടെ, നമ്മുടെ ലാപ്ടോപ്പിലായിക്കോട്ടെ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് സ്കിൽ. കമ്മ്യൂണിക്കേഷൻ ഇൻ ബിസിനസ് കോണ്ടെക്സ്റ്റ് എന്നുള്ള തേർഡ് ബ്ലോക്ക് നിങ്ങൾ ആ ഒരു റൈറ്റിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ബട്ട് വെറും ഒരു റൈറ്റിംഗ് സ്കില്ലാണോ? അതല്ല. Because in order to get anything done in business situation, we need to write a proposal. This proposal can be accepted or rejected depending upon number of factors. നമ്മൾ ഒരു ക്ലയൻറ്റിന് ഒരു പ്രോസ്പെക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഞങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വർക്കാണ് ചെയ്തു തരാൻ പോകുന്നത് എന്ന് നമ്മൾ വായാലേ അല്ല പറയുക, അല്ലേ? നമ്മൾ ഒരിക്കലും ഒരു ഫോൺ കോൾ വഴിയല്ല പറയുക. ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ബിസിനസ് നമ്മളത് റൈറ്റിങ്ങിലാണ് കൊടുക്കുക. അപ്പോൾ നല്ലൊരു പ്രപ്പോസൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് അത് റൈറ്റിങ്ങിലാണ് യൂഷ്വലി ചെയ്യാറ്. പക്ഷേ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞത് റിജക്റ്റ് ചെയ്യാം, ആക്സെപ്റ്റ് ചെയ്യാം. അതിലൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ആ പ്രപ്പോസൽ എഴുതുന്നു എന്നുള്ളതിലിരിക്കും. സോ ഫ്രെയിം വർക്ക് ഓഫ് ഡ്രാഫ്റ്റിംഗ് പ്രപ്പോസൽസ് ആൻഡ് റൈറ്റിംഗ് ബിസിനസ് പ്രോജക്റ്റ് പ്രപ്പോസൽസ് എന്നുള്ള 2 യൂണിറ്റ്സ് നിങ്ങൾ ഒരു നല്ല പ്രപ്പോസൽ ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നല്ല പ്രപ്പോസൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് ക്ലയൻസിനെ കിട്ടൂ, ക്ലയൻസ് ഉണ്ടെങ്കിലേ നിങ്ങൾ സക്സസ്ഫുൾ ആവുള്ളൂ. ബട്ട് പ്രപ്പോസൽസ് മാത്രം മതിയോ? ഏതൊരു ഇവൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാലും, ഏതൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും യൂഷ്വലി ബിസിനസ്സിൽ നമ്മൾ റൈറ്റിംഗ് ഉപയോഗിക്കുന്ന വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട്സ് എന്നുള്ളതാണ്. റിപ്പോർട്ട് എഴുതുന്നത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് എന്തുകൊണ്ടാണ്? ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് സക്സസ്ഫുൾ ആയി, നമ്മൾ എന്തുകൊണ്ട് ഫെയിലായി, നമുക്ക് എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ടാക്കിൾ ചെയ്യേണ്ടി വന്നു, എവിടേക്കാണ് നമ്മൾ മിസ്റ്റേക്ക് വരുത്തിയത്, ഇങ്ങനെ ഒരുപാട് സർവേസ് നമ്മൾ റിപ്പോർട്ട് വഴിയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ ഒരു ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള ഈ ഒരു ഫുൾ ബ്ലോക്സിൽ നമ്മൾ എങ്ങനെയാണ് റിപ്പോർട്ടിനെ പറ്റി പഠിക്കാതിരിക്കുക? സോ ലാസ്റ്റ് 2 യൂണിറ്റ്സ് ആയിട്ട് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് റിപ്പോർട്ട്സ് എന്നുള്ള ഭാഗവും, അതേപോലെ തന്നെ ഡ്രാഫ്റ്റിംഗ് ബിസിനസ് റിപ്പോർട്ട്സ് എന്നുള്ള ലാസ്റ്റ് യൂണിറ്റും നമ്മൾ ഈ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള യൂണിറ്റ് ആണ്. സോ ഈ കോഴ്സിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് ബിസിനസ് എന്താണെന്നുള്ളതും ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഓൾ റൗണ്ടഡ് അണ്ടർസ്റ്റാൻഡിങ് തരിക എന്നുള്ളതാണ്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ബട്ട് നിങ്ങൾ ചിലപ്പോൾ ഇത്രയും കാലം പഠിച്ച കോഴ്സിൽ നിന്ന് ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ലേണിംഗ് ആയിരിക്കും നിങ്ങൾക്ക് ഈ കോഴ്സിൽ നടക്കുന്നത്. അതായത് നിങ്ങൾക്ക് ലിസണിങ് സ്കിൽസ് ഉണ്ടാവും, സ്പീക്കിംഗ് സ്കിൽസ് ഉണ്ടാവും, റൈറ്റിംഗ് സ്കിൽസ് ഉണ്ടാവും, ഗ്രാമർ ഉണ്ടാവും, വൊക്കാബുലറി ഉണ്ടാവും. അങ്ങനത്തെ മൾട്ടിപ്പിൾ സ്കിൽസിനെ ടാക്കിൾ ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ഉണ്ടാവുക. റാദർ ദാൻ ഇങ്ങനെ ബ്ലോക്കായിട്ട് ഓരോ കാര്യങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ. സോ ടുഡേ
So today marks the day where you start the journey with me to accomplish your business communication needs. And I hope this journey is going to be very smooth and അവസാനം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നിങ്ങൾക്ക് ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിട്ട് മാറാൻ ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ആൻഡ് ഓൾവേസ് റിമെമ്പർ വാട്ട് ഐ എം ഗോയിങ് ടു ടെൽ നൗ. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി എല്ലാ വീഡിയോസിൻ്റെ അവസാനവും ഞാനിത് പറയും, പ്രാക്ടീസ് ഇസ് വാട്ട് മേക്സ് കമ്മ്യൂണിക്കേഷൻ ബെസ്റ്റ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ജസ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ, അത് പ്രാക്ടീസ് ചെയ്യും വേണം. ആൻഡ് ഐ ഹോപ്പ് യു ആർ ഗോയിങ് ടു ഡു ദാറ്റ്. ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ വിത്ത് ദ ഫസ്റ്റ് യൂണിറ്റ് ഓഫ് ദിസ് കോഴ്സ്. ടിൽ ദെൻ, ബൈ.